നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സർവശക്തനായ ദൈവം ഈ ആരാധനയിലൂടെ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ധന്യമാക്കി തീർക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ദൈവമാത്മാവാകുന്നവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ എൻ്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിലും എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ആരാധന തുടരാം. നിന്റെ ശക്തിയാലും ജ്ഞാനത്താലും സകലത്തെയും സൃഷ്ടിക്കുകയും ഞങ്ങൾ രക്ഷിതാവായിരിക്കാൻ നിന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിക്കുകയും ചെയ്ത പിതാവായ ദൈവമേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. പാപൊഴികെ സകലത്തിലും ഞങ്ങൾക്ക് തുല്യമായി തീർന്നവനും ഞങ്ങളുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും ഞങ്ങളുടെ നീതീകരണത്തിനായി ഏൽപ്പിക്കപ്പെടുകയും ചെയ്ത പുത്രനായ ദൈവമേ, നിനക്ക് സ്തുതി ഉണ്ടാകട്ടെ. സകല സത്യത്തിലും ഞങ്ങളെ വഴി നടത്തുകയും ദൈവസ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ പകരുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ദൈവമേ, നിനക്ക് സകല ബഹുമാനവും മഹത്വവും സ്തുതിയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധവനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ അർത്ഥമായി അറിയുകയും നിന്റെ കൃപാവരങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. To
പ്രാർത്ഥന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവമേ, വിചാരത്തിലും വാക്കിലും ക്രിയയിലുമുള്ള ഞങ്ങളുടെ കഠിന കുറ്റനിമിത്തം ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് തിരുമുൻപാകേറ്റ് പറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിച്ച് സകല ദോഷത്തിലും ഞങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിത്യജീവങ്കിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. ആമേൻ. എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന സ്വഭാവവും ലക്ഷണമുള്ള ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകളെ കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപച്ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നുവെങ്കിലും ഞങ്ങളുടെ കാര്യസ്ഥനും മധ്യസ്ഥനുമായ യേശുക്രിസ്തുവിന്റെ ബഹുമാനത്തിനായിട്ട് നിന്റെ മഹാകരുണയോടുകൂടിയ കനിവ് കൊണ്ട് ഞങ്ങളെ അഴിച്ചുവിടണമേ. ആമേൻ. ദൈവവചന ശുശ്രൂഷ. കർത്താവിനെ സ്തുതിപ്പിൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. ഇന്നേക്കുള്ള പ്രത്യേക അപേക്ഷ നവീകരണ ഞായർ, വിശ്വാസത്തിന്റെ പുനർദർശനവും പുനരാവിഷ്കരണവും. ഞങ്ങളുടെ സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന ദൈവമേ, ദൈവരാജ്യ മൂല്യങ്ങളുടെ അന്തരാർത്ഥത്തിന്റെ നവദർശനം ഞങ്ങൾക്ക് നൽകണമേ. ദൈവമേ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയ ആദ്യ സ്നേഹം വീണ്ടെടുക്കുവാൻ നീയുമായുള്ള നിരന്തര സമ്പർക്കത്തിൽ ഞങ്ങളെ പ്രേരിപ്പിക്കണമെന്ന് അവിടത്തോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ഇന്നത്തേക്ക് നിശ്ചയിക്കുന്ന ഒന്നാം വേദഭാഗം 2 ദിനവൃത്താന്തം 34 അധ്യായം 8 മുതൽ 21 വരെയുള്ള ആദ്യവചനങ്ങളെ കേൾപ്പിൻ. 2 Chronicles chapter 34 verses 8 to 21. അവന്റെ വാഴ്ചയുടെ 18-ാം ആണ്ടിൽ ദേശത്തെയും ആലയത്തെയും വെടിപ്പാക്കിയ ശേഷം അവൻ അസല്യാവിന്റെ മകനായ ഷാഫാനെയും നഗരാധിപതിയായ മയശേവയും യോശാവിന്റെ മകനായ രായസക്കാരൻ യോവാഹിനെയും തന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ അറ്റകുറ്റം തീർപ്പാൻ നിയോഗിച്ചു. അവർ മഹാപുരോഹിതനായ ഹിൽക്കിയാവിന്റെ അടുക്കൽ ചെന്നപ്പോൾ വാതിൽ കാവൽക്കാരനായ ലേവ്യർ മനശ്ശയോടും എഫ്രൈമിനോടും ശേഷമുള്ള എല്ലാ ഇസ്രയേലിനോടും എല്ലാ യഹൂദിയോടും ബെന്യാമീനോടും യെരുശലേം നിവാസികളോടും പിരിച്ചെടുത്തു ദൈവാലയത്തിൽ അടച്ചിരുന്ന ദ്രവ്യം ഏൽപ്പിച്ചു കൊടുത്തു. അവർ അത് യഹോവയുടെ ആലയത്തിൽ വേല ചെയ്യിക്കുന്ന മേൽവിചാരകന്മാരുടെ കയ്യിലും അവർ യഹോവയുടെ ആലയത്തിൽ അറ്റകുറ്റം തീർത്ത് നന്നാക്കുവാൻ ആലയത്തിൽ പണി ചെയ്യുന്ന പണിക്കാർക്കും കൊടുത്തു. ചെത്തിയ കല്ലും ചേർപ്പ് പണിക്ക് മരവും വാങ്ങേണ്ടതിനും യഹൂദ രാജാക്കന്മാർ നശിപ്പിച്ചിരുന്ന കെട്ടിടങ്ങൾ തുലാങ്ങൾ വയ്ക്കേണ്ടതിന് ആശാരിമാർക്കും പണിക്കാർക്കും തന്നെ. ആ പുരുഷന്മാർ വിശ്വാസത്തിന്മേൽ പ്രവർത്തിച്ചു. മെര്യാമിൻ, യഹത്ത്, ഒബദ്യാവ് എന്ന ലേവ്യരും പണി നടത്തുവാൻ കഹാത്യരിൽ സെഖര്യാവും മെഷുല്ലാമും വാദ്യപ്രയോഗത്തിൽ സാമർഥ്യമുള്ള സകല ലേവ്യരും അവരുടെ മേൽ വിചാരകന്മാരായിരുന്നു. അവർ ചുമട്ടുകാർക്കും അതത് വേല ചെയ്യുന്ന എല്ലാ പണിക്കാർക്കും മേൽ വിചാരകന്മാരായിരുന്നു. ലേവ്യരിൽ ചെറിൽ എഴുത്തുകാരും ഉദ്യോഗസ്ഥന്മാരും വാതിൽ കാവൽക്കാരന്മാരുമായിരുന്നു. അവർ യഹോവയുടെ ആലയത്തിൽ പിരിഞ്ഞു കിട്ടിയ ദ്രവ്യം പുറത്തെടുത്തപ്പോൾ ഹിൽക്കിയ പുരോഹിതൻ യഹോവ മോശെ മുഖാന്തരം കൊടുത്ത ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി. ഹിൽക്കിയാവ് രായസക്കാരനായ ഷാഫാനോട്, ഞാൻ യഹോവയുടെ ആലയത്തിൽ ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹിൽക്കിയാവ് പുസ്തകം ഷാഫാന്റെ കയ്യിൽ കൊടുത്തു. ഷാഫാൻ പുസ്തകം രാജാവിന്റെ അടുക്കൽ കൊണ്ടുചെന്ന് രാജസന്നിധിയിൽ ബോധിപ്പിച്ചത്, അടിയങ്ങൾക്ക് കൽപ്പന തന്നതുപോലെയൊക്കെയും ചെയ്തിരിക്കുന്നു. യഹോവയുടെ ആലയത്തിൽ കണ്ട ദ്രവ്യം പുറത്തെടുത്ത് വിചാരകന്മാരുടെ കയ്യിലും വേലക്കാരുടെ കയ്യിലും കൊടുത്തിരിക്കുന്നു. രായസക്കാരനായ ഷാഫാൻ രാജാവിനോട്, ഹിൽക്കിയ പുരോഹിതൻ ഒരു പുസ്തകം എന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും ബോധിപ്പിച്ചു. ഷാഫാൻ അതിനെ രാജസന്നിധിയിൽ വായിച്ചു കേൾപ്പിച്ചു. ന്യായപ്രമാണത്തിലെ വാക്യങ്ങളെ കേട്ടിട്ട് രാജാവ് വസ്ത്രം കീറി.
രാജ ഹിൽക്കിയാവോടും ഷാഫാന്റെ മകൻ അഹിക്കിയാമിനോടും മീഖയുടെ മകൻ അബ്ദോനോടും രായസക്കാരനായ ഷാഫാനോടും രാജഭൃത്യനായ അസയാവോടും കൽപ്പിച്ചത് എന്തെന്നാൽ, നിങ്ങൾ ചെന്ന് കണ്ടുകിട്ടിയിരിക്കുന്ന ഈ പുസ്തകത്തിലെ വാക്യങ്ങളെക്കുറിച്ച് എനിക്കും ഇസ്രയേലിലും യഹൂദയിലും ശേഷിച്ചിരിക്കുന്നവർക്കും വേണ്ടി യഹോവയുടെ അരുളപ്പാട് ചോദിപ്പിൻ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും അനുസരിച്ച് നടക്കത്തക്കവണ്ണം നമ്മുടെ പിതാക്കന്മാർ യഹോവയുടെ വചനത്തെ പ്രമാണിക്കാതെ ഇരുന്നത് കൊണ്ട് നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന യഹോവയുടെ കോപം വലിയതല്ലോ. ഇവിടെ 1-ാം വേദഭാഗം വായിച്ചു. The 10 Commandments. God spoke all these words, saying, I am the Lord your God. You shall have no other gods before me. Lord, have mercy upon us and incline our hearts to keep this law. You shall not make for yourself a graven image or any likeness of anything that is in heaven above, or that is in the earth beneath, or that is in the water under the earth. You shall not bow down to them or serve them. Lord, have mercy upon us and incline our hearts to keep this law. You shall not take the name of the Lord your God in vain. Lord, have mercy upon us and incline our hearts to keep this law. Remember the Sabbath day to keep it holy. 6 days you shall labor and do all your work, but the 7th day is a Sabbath to the Lord your God. Lord, have mercy upon us and incline our hearts to keep this law. Honor your father and your mother. Lord, have mercy upon us and incline our hearts to keep this law. You shall not kill. Lord, have mercy upon us and incline our hearts to keep this law. You shall not commit adultery. Lord, have mercy upon us and incline our hearts to keep this law. You shall not steal. Lord, have mercy upon us and incline our hearts to keep this law. You shall not bear false witness. Lord, have mercy upon us and incline our hearts to keep this law. You shall not covet. Lord, have mercy upon us and write all these thy laws in our hearts. We beseech thee. നാൽപ്പത്തിയാറാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിക്കാം. Psalms 46. ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദേവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ വിശ്വാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ മധ്യയുണ്ട്, അത് കുലുങ്ങിപ്പോകയില്ല. ദൈവം അതികാലത്ത് തന്നെ അതിനെ സഹായിക്കും. ജാതികൾ കുതിച്ചാലും രാജ്യങ്ങൾ കുലുങ്ങി, അവൻ തന്റെ ശബ്ദം കേൾപ്പിച്ചു ഭൂമി പോയി. സൈന്യങ്ങളുടെ യഹോവ നമ്മുടെ കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. വരുവീൻ, യഹോവയുടെ നോക്കുവിൻ, അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. മിണ്ടാതിരുന്നു ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവേൻ. ഞാൻ ജാതികളുടെ ഉന്നതനാകുന്നു, ഞാൻ ഭൂമിയിൽ ഉന്നതനാകുന്നു. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആദിയിൽ എന്നേക്കും എപ്പോഴും ഉള്ള പ്രകാരം തന്നെ. ആമേൻ. First Corinthians chapter 13 verses 1 to 13. If I speak in the tongues of men and of angels, but have not love, I am only a resounding gong or a clanging cymbal. If I have the gift of prophecy and can fathom all mysteries and all knowledge, and if I have a faith that can move mountains, but have not love, I am nothing. If I give all I possess to the poor
and surrender my body to the flames, but have not love, I gain nothing. Love is patient, love is kind. It does not envy, it does not boast, it is not proud. It is not rude, it is not self-seeking, it is not easily angered. It keeps no record of wrongs. Love does not delight in evil, but rejoices with the truth. It always protects, always trusts, always hopes, and always perseveres. Love never fails. But where there are prophecies, they will cease. Where there are tongues, they will be stilled. Where there is knowledge, it will pass away. For we know in part, and we prophesy in part. But when perfection comes, the imperfect disappears. When I was a child, I talked like a child. I thought like a child. I reasoned like a child. When I became a man, I put childish ways behind me. Now we see but a poor reflection as in a mirror. Then we shall see face to face. Now I know in part, and then I shall know fully, even as I am fully known. And now these three remain: faith, hope, love. But the greatest of these is love. ഇന്നത്തേക്ക് വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം വേദഭാഗം വെളിപാട് പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള ദൈവവചനം കേട്ടുകൊള്ളുവിൻ. റെവലേഷൻ ചാപ്റ്റർ 2 വേഴ്സസ് 1-7. എഫെസോസിലെ സഭയുടെ ദൂതന് എഴുതുക. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ടു 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നതോ: ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ, നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്നു പറയുന്നവരെ നീ പരീക്ഷിച്ചു കള്ളന്മാർ എന്നു കണ്ടതും, നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെക്കുറിച്ചു പറയുവാനുണ്ട്. നീ ഏതിൽ നിന്നു വീണിരിക്കുന്നു എന്ന് ഓർത്തു മാനസാന്തരപ്പെട്ടു ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്കു അതിൻ്റെ നിലയിൽ നിന്നു നീക്കുകയും ചെയ്യും. എങ്കിലും നിക്കലോവരുടെ നടപ്പു നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്, അത് ഞാനും പകയ്ക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നതോ എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനു ഞാൻ ദൈവത്തിൻ്റെ പരദീസയിൽ ഉള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. ഇവിടെ 2-ാം ഭാഗം അവസാനിച്ചു. സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 12 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 12 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം അവനും അവൻ്റെ അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും കഫർന്നഹൂമിലേക്ക് പോയി അവിടെ ഏറെ നാൾ പാർത്തില്ല. യഹൂദന്മാരുടെ പെസഹ സമീപം ആകൊണ്ട് യേശു യെരുശലേമിലേക്ക് പോയി. ദേവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടും കൂടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. പൊൻവാണിഭക്കാരുടെ നാണ്യം തൂക്കിക്കളഞ്ഞു മേശകളെ മറിച്ചിട്ടു. പ്രാവുകളെ വിൽക്കുന്നവരോട്, ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവിൻ, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലയാക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. എന്നാൽ യഹൂദന്മാർ അവനോട്, നിനക്കിങ്ങനെ ചെയ്യാമെന്നതിന് നീ എന്ത് അടയാളം കാണിച്ചു തരും എന്ന് ചോദിച്ചു. യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും എന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട്, ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു, നീ 3 ദിവസത്തിനകം അതിനെ പണിയുമോ എന്ന് ചോദിച്ചു. അവനോ തൻ്റെ ശരീരം എന്ന മന്ദിരത്തെക്കുറിച്ച് അത്രേ പറഞ്ഞത്. അവൻ ഇത് പറഞ്ഞ് എന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്ത് തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. ഇവിടെ വേദഭാഗം അവസാനിക്കുന്നു.
പ്രാർത്ഥനകൾ, ബർത്ത്ഡേസ് ആൻഡ് വെഡിങ് ആനിവേഴ്സറി. ബർത്ത്ഡേസ് ജോസഫ് തോമസ് റിജോ, ഇഷിത റനി, ദീപ്തി അന്ന ബിജു, വെഡിങ് ആനിവേഴ്സറി. ഉമ്മൻ പോൾ പ്രകാശ് ആൻഡ് വിജി പ്രകാശ്, നവീൻ ജേക്കബ് ആൻഡ് മഞ്ജു ലിസ് ജോൺ. നമുക്ക് പ്രാർത്ഥിക്കാം. സകല അനുഗ്രഹത്തിന്റെയും ഉറവയായ ഞങ്ങളുടെ കർത്താവേ, ജീവൻ അങ്ങയിൽ നിന്നാണല്ലോ ലഭ്യമായിരിക്കുന്നത്. ആ ജീവൻ നിലനിൽക്കുന്നതും അവിടുത്തെ കൃപയാണ്. അങ്ങ് നൽകിയ ആയുസിന്റെ വർധനവിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ അവിടുത്തെ കൃപയും അനുഗ്രഹവും പറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങാണ് കുടുംബത്തെ സ്ഥാപിച്ചത്. കുടുംബത്തിന്റെ നായകൻ അങ്ങായിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുന്നു. പ്രത്യേകിച്ച് കർത്താവെ, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രയാസവും ബുദ്ധിമുട്ടുള്ള ജീവിതയാത്രയിൽ സർവശക്തിയുള്ള ദൈവത്തിന്റെ മുഖത്ത് നോക്കി യാത്ര ചെയ്യുവാൻ അങ്ങ് സഹായിക്കണമേ. സുഖവും കൃപയും അനുഗ്രഹവും പാരയണമേ. ധന്യമായ കൃപ അവിടുത്തെ ജീവിതത്തിൽ പകർന്നവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളെ കൂടെ അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവരെ ഓർക്കുന്നു. ആശുപത്രിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന EC ജോണച്ചനെ ദൈവത്തിന്റെ കരത്തിലേക്ക് തരുന്നു. ആശ്വാസത്തിന്റെ കരം നൽകി കർത്താവെ അങ്ങ് സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ മിസ്സിസ് ഗ്രേസ്, മിസ്റ്റർ എം കെ ഉമ്മൻ, മിസ്സിസ് ലളിത ഉമ്മൻ, മിസ്സിസ് നെമ്മു, പ്രിയപ്പെട്ടവരെ സർവശക്തിയുള്ള ദൈവത്തിന്റെ കരത്തിലേക്ക് തരുന്നു. തുടർന്ന് അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യണമേ. അവിടുത്തെ കൃപയല്ലാതെ മറ്റൊന്നുമില്ല. പ്രായം ചെന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർക്കുന്നു. ദൂരെയും അടുത്തുള്ളവരെയും ആശ്വസിപ്പിക്കണമേ. അവിടുത്തെ കൃപയുടെ സാന്നിധ്യം അവിടുത്തെ മക്കളോട് വിട്ടുപിരിയാതെ ഉണ്ടായിരിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. COVID-19 ഫലമായി കർത്താവെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ട്. ആശുപത്രിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നവരുണ്ട്. ദൂരങ്ങളിലിരിക്കുന്നവരുണ്ട്. സങ്കീർണമായ പ്രശ്നത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. കർത്താവെ, വീണ്ടും പ്രത്യാശയോടുകൂടി ഞങ്ങളെയും ലോകത്തെയും ദൈവത്തിന്റെ കരത്തിലേക്ക് തരുന്നു. അതിന്റെ ഭാഗമായി പലതരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തൊഴിൽപരമായ പ്രശ്നങ്ങളും അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെയും സർവശക്തിയുള്ള ദൈവത്തിന്റെ കരത്തിലേക്ക് തരുന്നു. ഞങ്ങളെ ഏറ്റവും താഴ്മയോടുകൂടി ഞങ്ങളുടെ സഭയുടെ പ്രോജക്റ്റിനെ ഓർക്കുന്ന കർത്താവെ, സ്വതന്ത്രമായി അവിടെ പോയി ആരാധിപ്പാൻ അങ്ങ് പ്രവർത്തിക്കുകയാണെന്ന് പരിശുദ്ധാത്മാവിന്റെ സഹായം തരികയും ചെയ്യണം. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ, ഒരു മനസ്സോടുകൂടി പ്രാർത്ഥിപ്പാൻ അങ്ങ് ഞങ്ങളെ വീണ്ടും ഒരുക്കണമേ എന്ന് ഞങ്ങളെ അപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.
റിഫോർമേഷൻ ഞായറായി നാം ആരാധിക്കുന്നു. വിശ്വാസത്തിൻ്റെ പുനർദർശനവും ആവിഷ്കരണവും എന്ന ചിന്തയിൽ നമുക്ക് വേദഭാഗങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ചിന്തിക്കാം. റീഡിസ്കവറിംഗ് ആൻഡ് റിലീവിംഗ് ദ ഫെയ്ത്ത്. പ്രാർത്ഥിക്കാം. സകലാനുഗ്രഹത്തിൻ്റെയും ദാതാവായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ചിന്തകളെ വളർത്തണമേ, മനസ്സുകളെ ഉണർത്തണമേ, ദൈവമായ ദർശനം തരയണമേ, വളർച്ചയുടെ പാതയിലേക്ക്, രൂപാന്തരത്തിൻ്റെ പാതയിലേക്ക് ഞങ്ങളെ നയിക്കുകയും നടത്തുകയും ചെയ്യണമേ എന്ന് ഞങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളെല്ലാവരുടെയും ഹൃദയത്തിലെ ചിന്തകളും അങ്ങേക്ക് ഇഷ്ടകരമായിരിക്കാൻ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടുകൂടി കേൾക്കണമേ. ആമേൻ. എന്തുകൊണ്ടാണ് റിഫർമേഷൻ ഉണ്ടാകുന്നത്? അതിന് ധാരാളം കാരണങ്ങളുണ്ട്. അതിൽ ചിലത് ബുദ്ധി, യുക്തി, ഭക്തി, ദൈവവചനം, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ, കാലഘട്ടം, ധാർമ്മികത, സാഹചര്യം, ഇവയെല്ലാം വിശ്വാസത്തിൻ്റെ പുനർദർശനത്തിനും പുനരാവിഷ്കരണത്തിനും കാരണമായി തീരുന്നു. റിഫർമേഷൻ സംഭവിക്കുന്നത് മതത്തിൽ മാത്രമല്ല, രാഷ്ട്രീയത്തിലും പൊളിറ്റിക്കലിലും അതുപോലെ തന്നെ സാമൂഹ്യമായ അവസ്ഥകളിലും റിഫർമേഷൻ ഉണ്ടാകാം. എ സോഷ്യൽ, പൊളിറ്റിക്കൽ, റിലീജിയസ് മൂവ്മെന്റ് ടു റീഫോം ദ സിസ്റ്റം. അത്തരത്തിൽ 16-ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതറിന്റെ നേതൃത്വത്തിൽ കത്തോലിക്ക സഭയിൽ നിന്ന് റിഫർമേഷൻ, അതിൽ കൂടെ ഒരു സമൂഹം ഉണ്ടായി. അങ്ങനെ രൂപവൽക്കരിക്കപ്പെട്ട ഒരു മത ആചാര പ്രസ്ഥാനമാണ് പ്രൊട്ടസ്റ്റാന്റ് സഭകൾ എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ റിഫർമേഷൻ സഭയിൽ നടന്നപ്പോൾ റോമൻ കാത്തലിക് സഭയിൽ കൗണ്ടർ റിഫർമേഷനും ഉണ്ടായി. ഇങ്ങനെ സാഹചര്യങ്ങൾക്കും ചുറ്റുപാടുകൾക്കും അനുസരണമായി ഇപ്പോഴും വലിയ തോതിലല്ലെങ്കിലും ചെറിയ തോതിൽ നവീകരണം സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സഭാ ചരിത്രത്തിന്റെ നവീകരണ പ്രസ്ഥാനത്തിന്റെ ചരിത്രപരമായ വ്യാഖ്യാനത്തിലേക്ക് ഞാൻ കടക്കാതെ വേദപുസ്തകത്തിൽ നിന്ന് ചില സംഗതികൾ പങ്കുവെക്കാനായി ശ്രമിക്കുന്നു. പഴയ നിയമത്തിൽ നിന്ന് അല്പമായും സുവിശേഷ ഭാഗത്തിൽ നിന്ന് കുറച്ചും വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് അല്പം വിശാലമായും ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നു. 2 ദിനവൃത്താന്തം 34 അധ്യായം 8 മുതൽ 21 വരെയാണല്ലോ പഴയ നിയമത്തിലെ വേദഭാഗം. യോശുവ രാജാവ് ഭരണമേറ്റ് 18-ാം വർഷത്തിൽ ഒരു വ്യതിയാനമുണ്ടായി. അത് ആ വേദഭാഗം നമ്മൾ മുഴുവനായി വായിച്ചാൽ സാമൂഹ്യമായും രാഷ്ട്രീയമായും മതപരമായും ഈ നവീകരണം നടന്നു എന്ന് നാം ഗ്രഹിക്കുന്നു. യഹൂദ രാജാക്കന്മാർ യുദ്ധത്തിൽ നാശത്തിന് വിധേയമാക്കിയ ആലയത്തിന്റെ അറ്റകുറ്റം പണി തീർത്ത് അതിനെ പൂർത്തീകരിച്ച് ശുദ്ധീകരിച്ച അനുഭവം ഈ കാലഘട്ടത്തിൽ ഉണ്ടായി. ആലയത്തിൽ പതിവായി ജനം അടച്ചുകൊണ്ടിരുന്ന ആ സമ്പത്ത്, പണം, അത് വളരെ വിശ്വസ്തമായി പുറത്തെടുത്ത് അന്നത്തെ ആലയത്തിലെ പണികൾ ചെയ്തിരുന്ന കൽപ്പണി, മരപ്പണി, ചുമട്ടുകാർ, വാതിൽ കാവൽക്കാർ, മറ്റ് സഹായികൾ എന്നിവർക്കായി അതിന്റെ കാര്യവിചാരകന്മാർ ശമ്പളമായി കൊടുത്തു എന്ന് നാം വായിക്കുന്നു. മാത്രമല്ല, ഇത്തരത്തിലുള്ള ശുദ്ധീകരണ പ്രക്രിയ സഭയിൽ നടന്നുകൊണ്ടിരുന്നപ്പോൾ
മോശയുടെ കൈയാൽ എഴുതി കൊടുത്ത ന്യായപ്രമാണ പുസ്തകം കിട്ടി. ആ പുസ്തകത്തെ ശാഫാന്റെ നേതൃത്വത്തിൽ രാജാവിന്റെ അടുക്കൽ കൊണ്ടുവരികയും രാജാവിന്റെ ആജ്ഞ അനുസരിച്ചിട്ട് അത് സദസ്സിൽ വായിച്ചു കേൾപ്പിക്കുകയും, വായിച്ചു കേട്ട സന്ദർഭത്തിൽ അനുതാപമുണ്ടായി കുറ്റബോധത്തോടുകൂടി രാജാവ് തന്റെ വസ്ത്രം കീറുകയും, മാത്രമല്ല ശാഫാനെയും കൂട്ടരെയും ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് വചനാടിസ്ഥാനത്തിലുള്ള ദൈവത്തിന്റെ അരുളപ്പാട് ചോദിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ന്യായപ്രമാണം അനുസരിച്ച് നടന്നില്ല എങ്കിൽ ദൈവകോപം ഉണ്ടാകുമെന്നുള്ള വസ്തുത മനസ്സിലാക്കിയിട്ട് ഈ കോപത്തിൽ രക്ഷപ്പെടുന്നതിലേക്ക് വേണ്ടിയുള്ള ശ്രമം രാജാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് നാം വായിക്കുന്നു. സാഹചര്യങ്ങളും ചുറ്റുപാടുകളും സഭയും അറ്റകുറ്റപ്പണി നടത്തുന്നതിലുപരിയായി മനുഷ്യനുണ്ടാകുന്ന ഒരു പശ്ചാത്താപം, ഒരു പുനർചിന്ത, അത് സമൂഹത്തിന് പുതിയ ദർശനത്തിന്, നവീകരണത്തിന് വഴിതെളിക്കും എന്ന് ഈ വേദഭാഗം നാം വായിക്കുമ്പോൾ ഗ്രഹിക്കുന്നു. സുവിശേഷ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം 12 മുതൽ 22 വരെയുള്ള ഭാഗങ്ങളിലും അതുപോലെ സമവീക്ഷണ സുവിശേഷങ്ങളിലും പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ പ്രാരംഭ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. മറ്റു സുവിശേഷ ഭാഗങ്ങളിൽ ഈ സംഭവം ക്രൂശിനോടനുബന്ധിച്ച് ഉള്ള ഒരു സംഭവമായും, എന്നാൽ യോഹന്നാൻ പ്രാരംഭത്തിൽ ഈ സംഭവം നടക്കുന്നതായും രേഖപ്പെടുത്തുന്നു. മാത്രമല്ല യോഹന്നാൻ സുവിശേഷത്തിൽ യേശുക്രിസ്തു 3 പ്രാവശ്യം യെരുശലേം ദേവാലയത്തിൽ പെരുന്നാളിന് പോയി എന്ന് 2-ാം അധ്യായം, 6-ാം അധ്യായം, 11-ാം അധ്യായം വായിക്കുമ്പോൾ നാം ഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ ഈ വേദഭാഗത്ത് 2-ാം അധ്യായത്തിൽ കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും പൊൻവാണിഭക്കാരെയും ചമ്മട്ടി കൊണ്ട് അടിച്ച് പുറത്താക്കി അവരെ നാണ്യം തൂക്കിക്കളയുകയും മേശ മറിച്ചിടുകയും യേശുക്രിസ്തു എന്നിട്ട് പറയുന്നു, പിതാവിന്റെ ആലയത്തെ നിങ്ങൾ വാണിഭശാലയാക്കരുത്. ഡു നോട്ട് മേക്ക് മൈ ഫാദേഴ്സ് ഹൗസ് എ ഹൗസ് ഓഫ് ട്രേഡ്. 16-ാം വാക്യം വായിക്കുമ്പോൾ നാം ഈ ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മാത്രമല്ല മറ്റു വേദഭാഗങ്ങൾ, സങ്കീർത്തന വേദഭാഗം 69:9, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 56-ാം അധ്യായം 7-ാം വാക്യവും യിരെമ്യാവ് 7:11 കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ മറ്റു സുവിശേഷകന്മാർ പറഞ്ഞിരിക്കുന്ന ആ വാക്യങ്ങളും കൂടെ ഒരുമിച്ച് നാം ഗ്രഹിക്കുമ്പോൾ ആലയത്തിൽ എന്താണ് നടക്കേണ്ടത് എന്ന് അവിടെ വായിക്കുകയാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നത് ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു. ആ എരിവ് യേശുക്രിസ്തുവിനും ഉണ്ടായി. ലൂക്കോസ് പറയുന്നു, എന്റെ ആലയം പ്രാർത്ഥനാലയമാകും എന്നെഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു. ഇവിടെ വിശ്വാസത്തിന്റെ പേരിൽ നടക്കുന്ന കച്ചവട മനസ്ഥിതിയെ യേശുക്രിസ്തു ചോദ്യം ചെയ്യുകയും അതിനെതിരായിട്ട് പ്രവർത്തിക്കുകയും രൂപാന്തരത്തിന്റെ ഒരു പ്രാരംഭ ഘട്ടമെന്നുള്ള നിലയിൽ അതിലേക്ക് വേണ്ടി യേശുക്രിസ്തു പ്രവർത്തിക്കുകയും ചെയ്യുന്നു. തുടർന്ന് യേശുവിന്റെ പ്രസ്താവനയിൽ ഈ ആലയം പൊളിച്ചാൽ അതിനെ 3 ദിവസം കൊണ്ട് പണിയുമെന്ന് പറയുന്നു. അത് കേൾവിക്കാരുടെ ചിന്തയിൽ സംശയത്തിന് കാരണമായി. അവർ ചിന്തിച്ചു, 46 സംവത്സരം കൊണ്ട് ശലോമൻ രാജാവ് പണിത ഈ പ്രസ്തുത ആലയം 3 ദിവസം കൊണ്ട് പണിയുന്നത് എങ്ങനെ എന്നുള്ള സംശയം അവർക്കുണ്ടായി. പക്ഷെ യേശുക്രിസ്തു തന്റെ ശരീരമെന്ന ആലയത്തെക്കുറിച്ച് പറഞ്ഞു എന്നുള്ള വസ്തുത അവർ മനസ്സിലാക്കിയിട്ടില്ല. അതിനെ കൂടെ തിരുത്തി ജനത്തിന്റെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ടാക്കുവാനായി ഇവിടെ യോഹന്നാൻ ശ്രമിക്കുന്നു എന്നും നാം അറിയുന്നു. തുടർന്നുള്ള അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആലയ കേന്ദ്രീകൃതമായ ആരാധന, സ്ഥല കേന്ദ്രീകൃതമായ ആരാധന, വ്യക്തി കേന്ദ്രീകൃതമാക്കിയും ആത്മാവ് കേന്ദ്രീകൃതമാക്കിയും കൊണ്ടുവരാനായി യേശുക്രിസ്തു ശ്രമിച്ചിരുന്നു എന്ന് നാം അറിയുന്നു. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 23-ാം വാക്യത്തിൽ സത്യനമസ്കാരികൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നാഴിക വരുന്നു എന്നുള്ള യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കൽ ഞാൻ ഈ പറഞ്ഞ ചിന്തകൾക്ക് ബലം നൽകുന്നതാണ്. മാത്രമല്ല മനുഷ്യന്റെ വികാരം വിറ്റ് കാശാക്കുന്ന ഒരു വ്യവസ്ഥിതിയെ
യേശുക്രിസ്തു ആ കാലത്ത് ചോദ്യം ചെയ്തു എന്ന് നാം അറിയുന്നു. ബാംഗ്ലൂരിലുള്ള ഒരു പ്രമുഖനായ സഭാധ്യക്ഷൻ ഒരു ദിവസം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾക്കിപ്പോ 5 നോട്ടം എന്ന മിഷൻ ഉണ്ട് എന്നാണ്. ആധ്യാത്മികതയിൽ ഒളിഞ്ഞിരിക്കുന്ന ബിസിനസ് സ്പിരിച്വാലിറ്റിയെ ഇവിടെ യേശുക്രിസ്തു കൊണ്ടുവരാനായി ശ്രമിക്കുന്നു. ഇറ്റാലിയൻ ഡൊമിനിക് സെയിന്റ്, തത്വജ്ഞാനി, വേദശാസ്ത്രജ്ഞൻ, ദൈവദൂതനെ പോലെ ഉള്ള വേദ പാരംഗതൻ ഡോക്ടർ ആംഗലിക്കോസ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേര് തോമസ് അക്വിനോസ് എന്നാണ്. അദ്ദേഹം പറയുന്നത് മനുഷ്യൻ പ്രവൃത്തി കാണുന്നു, ദൈവം അതിന്റെ ഉദ്ദേശശുദ്ധിയും മനസ്സിലാക്കുന്നു. നടത്തുന്ന ആരാധനകൾക്കും നടക്കുന്ന ക്രമങ്ങൾക്കും അതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് നാം അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അപ്പോൾ ആലയനിഷ്ഠമായ, സ്ഥലത്തെ കേന്ദ്രീകരിച്ചുള്ള, വെറും ആചാരത്തിൽ മാത്രം നിഷ്ഠയായ ഒരു വ്യവസ്ഥിതിയെ ആത്മനിഷ്ഠമാക്കി ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു ആരാധനയെ മുമ്പേ കാണുവാനായി യേശുക്രിസ്തു ആഗ്രഹിച്ചു എന്നുള്ളത് ഈ വേദഭാഗം നമ്മിൽ ദൃഢമായ ചിന്തകൾ നൽകുന്നു. ഇനി വെളിപ്പാടിൽ നിന്ന് ചില ചിന്തകൾ പങ്കുവയ്ക്കാം. പ്രാരംഭമായി അതിനെക്കുറിച്ച് ഒരു തുടക്കം പറഞ്ഞിട്ട് വേദഭാഗത്തേക്ക് വരുവാനായി ഞാൻ ശ്രമിക്കുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ നാം 1-ാം അധ്യായം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താവ് യേശുക്രിസ്തുവും അതിന്റെ എഴുത്തുകാരൻ യോഹന്നാനും ദൂതൻ മുഖാന്തരം യോഹന്നാന് പ്രദർശിപ്പിച്ചു എന്നാണ് നാം വായിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. ഈ പുസ്തകത്തിലെ ഭാഷ സൈൻസ് ആൻഡ് സിംബൽസ് ആണ്, സിംബോളിക് ലാംഗ്വേജ് ആണ്, പ്രതിരൂപാത്മകമായ ഭാഷ മാത്രമല്ല, മിസ്റ്റിക്കൽ എക്സ്പ്രഷൻസ്, നിഗൂഢമായ പല സംഗതികളും അതിനകത്തുണ്ട്. വെളിപ്പാട് എന്ന പുസ്തകത്തിന്റെ ഗ്രീക്ക് പദം അപ്പോകാലിപ്സിസ് എന്നാണ്. അപ്പോ എന്ന് പറഞ്ഞാൽ അപ്പോ ആൻഡ് കലൂമ എന്ന 2 പദസന്ധിയാണ് ഈ പദത്തെ ഒരുമിച്ച് ചേർത്തിരിക്കുന്നത്. അപ്പോ എന്നാൽ എവേ ഫ്രം, കലൂമ എന്നാൽ എ വെയിൽ ഓർ എ കർട്ടൻ. അപ്പോൾ ഒരു തിരശ്ശീലയ്ക്കുള്ളിൽ കർട്ടന് അപ്പുറമായി എന്തോ ഒളിച്ചിരിക്കുന്നു, മറച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പുസ്തകം എന്ന് പറയുന്നത് മറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകമാണ്. ബുദ്ധിപരമായി വായിച്ചാൽ പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല, രസം തോന്നുന്നതല്ല അതിന്റെ ആവിഷ്കാരം. അതുകൊണ്ട് ഇത് മനസ്സിലാക്കുവാൻ പഴയ നിയമ പ്രവചനങ്ങളും പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് യേശുക്രിസ്തു അന്ത്യകാല ഉപദേശത്തെക്കുറിച്ച് പറഞ്ഞ ഉപദേശവും പരിശുദ്ധാത്മാവിന്റെ സഹായവും ഇല്ലാതെ ഈ പുസ്തകം നമുക്ക് ഗ്രഹിക്കാനായി കഴിയുന്നില്ല. നവോത്ഥാനത്തിന്റെ പിതാവായ മാർട്ടിൻ ലൂതർ പോലും ഈ പുസ്തകത്തെ ആധികാരികമുള്ള പുസ്തകമായിട്ട് അംഗീകരിച്ചിരുന്നില്ല എന്നുള്ള കാര്യവും നാം മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചാൽ വേദപുസ്തകത്തിന്റെ സംക്ഷേപം, വേദപുസ്തകത്തിന്റെ ഉപസംഹാരം, അതിന്റെ കൺക്ലൂഷനാണ് വെളിപ്പാട് പുസ്തകം. റെവലേഷൻ എന്ന പുസ്തകം കൂടാതെ വേദപുസ്തകത്തിന് പൂർത്തീകരണം ഇല്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നീറോ ചക്രവർത്തി തുടങ്ങി ഡയോക്ലിഷ്യൻ ചക്രവർത്തി വരെ 300 വർഷക്കാലം സഭയെ പീഡിപ്പിച്ചു. റവറൻ ഡോക്ടർ സി എബ്രഹാം അദ്ദേഹത്തിന്റെ സഭാചരിത്ര സംഗ്രഹം എന്ന പുസ്തകത്തിൽ ഈ സംഭവങ്ങളുടെ വിശദീകരണമായ രേഖയുണ്ട്. അഗസ്റ്റസ്, ടൈബരിയോസ്, ഡൊമീഷ്യൻ തുടങ്ങി 10-ൽ കൂടുതൽ ചക്രവർത്തിമാർ സഭയെ പീഡിപ്പിച്ചു. കല്ലെറിഞ്ഞും ക്രൂശിൽ തറച്ചും തീയിൽ ചുട്ടും മൃഗത്തിന്റെ തൊലിയിൽ ജീവനോടെ പൊതിഞ്ഞ് കെട്ടി വെയിലത്തിട്ട് അങ്ങനെ ഇഞ്ചിഞ്ചായി മരിക്കുന്ന അവസ്ഥയിലും ചുട്ടുപഴുപ്പിച്ച പിച്ചള കസേരയിൽ ഇരുത്തിയും അമ്പെയ്തും വെട്ടിയും കുത്തിയും വറുത്തും
തിളച്ച എണ്ണയിലിട്ടും രാത്രികാലങ്ങളിൽ പന്തങ്ങളായി എരിച്ചും മൃഗത്തെ പട്ടിണിക്കിട്ട് അതിന് ഭക്ഷണമായി എറിഞ്ഞുകൊടുത്തും വിശ്വാസികളെ കൊല്ലുന്ന നികൃഷ്ടമായ രീതി, മാത്രമല്ല അവയവങ്ങൾ നശിപ്പിക്കുക, മുറിച്ചു കളയുക, കണ്ണുകൾ ചൂഴ്ന്നെടുക്കുക മുതലായ ക്രൂരമായ ശിക്ഷാരീതികൾ സഭയ്ക്കെതിരെ അഴിച്ചുവിട്ടു രാജാക്കന്മാർ. പോളികാർപ്പിനെ കുന്തത്തിൽ കുത്തിയും പിന്നെ തീയിൽ ദഹിപ്പിച്ചും പത്രോസിനെ ക്രൂശിച്ചും പൗലൂസിനെ യാക്കോബിനെയും വാളിനാൽ വെട്ടിയും അന്തിപ്പാസിനെ വറുത്തും കൊന്ന സംഭവങ്ങൾ ഇന്നും സഭയുടെ മനസ്സിൽ നിന്ന്, ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ടാണ് സഭാപിതാവായ തർത്തുല്യൻ അദ്ദേഹം പറഞ്ഞത്, രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്താണ് എന്ന്. വിശുദ്ധ ഓറിയന്റെ പിതാവായ ലിയോനോഡിസിനെ യേശുവിന്റെ സാക്ഷി നിമിത്തം തൂക്കിക്കൊല്ലുവാൻ വിധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും 7 മക്കളും കൂടെ ഒരു കത്തെഴുതി, ഞങ്ങളെ പ്രതി അവിടുന്ന് മനസ്സ് മാറാതിരിക്കാൻ സൂക്ഷിക്കണം എന്ന്. AD 202 പെർപ്പച്വ ഫെലിസിറ്റ എന്ന ക്രിസ്തീയ യുവതികൾ അവരുടെ മരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെർപ്പച്വ മുലകുടി മാറാത്ത കുഞ്ഞിനെ എടുത്തുകൊണ്ടും ഫെലിസിറ്റ ഗർഭഭാരം വഹിച്ചുകൊണ്ടും മൃഗത്തിന്റെ മുമ്പിൽ എറിയപ്പെട്ടു. ബന്ധുക്കളും സ്നേഹിതരും ഒക്കെ പറഞ്ഞു, നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ പ്രതി, നിന്റെ മുല കുടിക്കുന്ന ഈ കുഞ്ഞിനെ പ്രതി രാജാവിന് ധൂപം കാട്ടി ഈ ശിക്ഷയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറഞ്ഞപ്പോൾ കർത്താവിനെ പ്രതി അവർ മൃഗങ്ങളാൽ ചീന്തപ്പെട്ടു എന്ന് ചരിത്രത്തിലൂടെ മനസ്സിലാക്കുന്നു. ഞാൻ ഇതൊക്കെ പറയുന്നത് വെളിപ്പാട് പുസ്തകം എഴുതുവാനുണ്ടായ സാഹചര്യങ്ങളും അതിന്റെ ചുറ്റുപാടുകളും അല്പമായി മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രമാണ്. ട്രഡിഷൻ പറയുന്നത് ഡൊമിനിഷ്യൻ ചക്രവർത്തി സഭാധ്യക്ഷനായ യോഹന്നാനെ സീസർ ആരാധന നിരസിച്ച കാരണത്താൽ തിളച്ച എണ്ണയിലിട്ടു. മരിക്കാതെ വന്നപ്പോൾ പാമ്പിന്റെ വിഷം കുടിപ്പിച്ചു. അതിലും മരണം സംഭവിക്കാത്ത കോപത്താൽ അദ്ദേഹത്തെ നാച്ചുറൽ പ്രിസൺ എന്ന് അറിയപ്പെടുന്ന പത്മസ് ദ്വീപിലേക്ക് നാടുകടത്തി. അവിടെ വച്ച് യോഹന്നാന് വെളിപ്പാടുണ്ടായി. 3-ാം നൂറ്റാണ്ടിൽ ഡൊമിനിഷ്യൻ ചക്രവർത്തി മരിച്ച ശേഷം യോഹന്നാൻ തിരിച്ചെത്തി ഏകദേശം AD 95 താൻ കണ്ട വെളിപ്പാടുകൾ രേഖയാക്കി സഭയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. പത്മസ് എന്ന ദ്വീപ് നിഷ്ഫലമായ പാറക്കെട്ടുകളും കല്ലുകളും നിറഞ്ഞ ചെറു ദ്വീപുകളുടെ ഒരു കൂട്ടമാണ്. അവിടെയായി അർദ്ധാകൃതിയിൽ വളഞ്ഞ കൊമ്പുകൾ പോലെ കൂർത്തു നിൽക്കുന്ന മുൾച്ചെടികളും മാത്രമല്ല ദുർഘടമായ സാഹചര്യങ്ങളും ഭയം നിറഞ്ഞ അന്തരീക്ഷവും കേൾപ്പാൻ ഇമ്പമല്ലാത്ത ശബ്ദങ്ങളും ഇരുളും, അങ്ങനെ വസ്ത്രമില്ലാത്ത, ഉറക്കമില്ലാത്ത, ഭക്ഷണമില്ലാത്ത അവസ്ഥയിൽ യോഹന്നാനെ നാടുകടത്തി. അദ്ദേഹത്തിന്റെ പൗരത്വം നഷ്ടപ്പെടുത്തി, അവകാശങ്ങളും നഷ്ടപ്പെടുത്തി, സ്വത്ത് കണ്ടുകെട്ടി ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു യാത്രയിൽ, ആ സ്ഥലത്ത് വെച്ച് ദൈവം അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുകയും ആത്മാവിനാൽ നിറയ്ക്കുകയും ആസ്വദിക്കുകയും ചെയ്തു എന്ന് നാം മനസ്സിലാക്കുന്നു. വേദപുസ്തകം പറയുന്നു, വെളിപ്പാട് പുസ്തകം 1-9 വാക്യത്തിൽ, നാടുകടത്തിന്റെ കാരണം ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തവും എന്നും ഞാൻ പത്മസ് ദ്വീപിൽ ആ സമയത്തായിരുന്നു എന്നും രേഖപ്പെടുത്തുന്നു. ആത്മവിവശത ഉണ്ടായത് കർത്തൃ ദിവസത്തിലാണ്. ചിലർ ഞായറാഴ്ചയെന്നും മറ്റു ചിലർ കാലത്തിന്റെ സമ്പൂർണതയിൽ സംഭവിക്കാനിരിക്കുന്ന സമയത്തിലേക്ക് യോഹന്നാന്റെ ആത്മാവിനെ ക്ഷണിച്ചിട്ട് ദൈവം എല്ലാം കാണിച്ചും പറഞ്ഞും കൊടുത്തു എന്നും പറയുന്നു. പഴയ നിയമവേദഭാഗങ്ങളുമായി ചിന്തിക്കുമ്പോൾ ഇതായിരിക്കും ശരിയെന്ന് ഞാനും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ബൈബിൾ കമന്ററിക്ക് പുറമെ ക്ലാരൻസ് ലാർക്കൻ രചിച്ച ദ ബുക്ക് ഓഫ് റെവലേഷൻ 25 വർഷം പഠനം നടത്തിയ അദ്ദേഹം എഴുതിയ പുസ്തകം, അതിന്റെ ചില ഭാഗങ്ങളാണ് മഹാകവി സൈമൺ സാറ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് ചില ചിന്തകളാണ് ഞാൻ മനസ്സിലാക്കി നിങ്ങളോടൊപ്പം പങ്കുവച്ചത്. ഏഷ്യ മൈനറിലെ 7 സഭകളെ കേന്ദ്രീകരിച്ച് ലോകത്തിലെ സകല സഭയോടും പുതുക്കത്തിന്റെ ദൂത്, സഭ തീയിൽ കൂടെ പോകുമ്പോഴും ശോധനയിൽ കൂടെ പോകുമ്പോഴും
പുതുക്കത്തിന്റെ ശക്തീകരണത്തിന്റെ ദൂത് നൽകുവാൻ യേശുക്രിസ്തു ശ്രമിക്കുന്നു. യേശുവിന്റെ സാന്നിധ്യം സഭയിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം സഭയിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. ഈ തീയുടെ അനുഭവത്തിലും സഭ ശക്തമാണെന്ന് പഠിപ്പിക്കാനായി ശ്രമിക്കുന്നു. ഇന്നത്തെ വേദഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. എഫെസസ് സഭ സ്ഥാപിച്ചത് പൗലൂസാണ് എന്ന് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 29-ഉം 30-ഉം വാക്യം വായിക്കുമ്പോൾ ഗ്രഹിക്കുന്നു. എഫെസോസ് എന്ന പദത്തിന്റെ അർത്ഥം നമ്മൾ ചിന്തിക്കുമ്പോൾ എ ബാക്ക് സ്ലൈഡൻ ചർച്ച്, അയഞ്ഞ സഭ, പോകാൻ സമ്മതിക്കുക, അഴിച്ചുവിടുക എന്നൊക്കെയുള്ള അർത്ഥങ്ങൾ ഈ എഫെസോസ് എന്ന വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. സഭ എന്ന് പറയുമ്പോൾ വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടമാണ്, വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്, മാനസാന്തരപ്പെട്ടവരുടെ കൂട്ടമാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ മാനസാന്തരപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്നും നമ്മൾ വായിക്കുന്നു. അപ്പൊ ഈ വേദഭാഗം വായിക്കുമ്പോൾ സഭയ്ക്ക് വീണ്ടും രൂപാന്തരം വേണം, വീണ്ടും സഭ മാനസാന്തരപ്പെടണം എന്നുള്ള ദൂതാണ് നമുക്ക് ഗ്രഹിച്ചെടുക്കാനായി കഴിയുന്നത്. പഠനത്തിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാരൻസ് ലർക്കൻ അദ്ദേഹം ഈ ഭാഗത്തെ 6 തിരിച്ചിരിക്കുകയാണ്. സല്യൂട്ടേഷൻ, കമൻഡേഷൻ, കംപ്ലൈന്റ്, വാണിംഗ്, പ്രൈസ് ആൻഡ് പ്രോമിസ്. ആദ്യം സല്യൂട്ടേഷനിൽ നമ്മൾ വായിക്കുന്നത് 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് പൊന്നില വിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നു എന്നുള്ളതാണ്. ആര് ദൂത് തരുന്നു എന്നുള്ളത് പ്രത്യേകതയുള്ളതാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ തേജോമനായ യേശുക്രിസ്തുവിന്റെ ശരീരവർണ്ണന പ്രസ്താവിച്ചിരിക്കുന്ന സ്ഥലത്തുള്ള അതേ ഭാഗം എടുത്തിട്ട് ഇവിടെ വിവരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നിലവിളക്കുകൾ സഭയും 7 നക്ഷത്രങ്ങൾ സഭയുടെ ദൂതന്മാരും അല്ലെങ്കിൽ സഭാ അധ്യക്ഷന്മാരും പട്ടക്കാര് സഭാ ശുശ്രൂഷകരാണ്. ഇവരെല്ലാം സുരക്ഷിതമാണെന്നും ഞാൻ സഭയുടെ മധ്യത്തിലാണെന്നും സഭാ ശുശ്രൂഷകന്മാർ വലങ്കരങ്ങളിൽ സൂക്ഷിക്കപ്പെടുന്നു എന്നുള്ള പ്രഖ്യാപനമാണ് ഈ ഭാഗത്തിൽ നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നത്. എന്റെ സാന്നിധ്യം, യേശുവിന്റെ സാന്നിധ്യം സഭയിൽ നിന്ന് ഒരിക്കലും മാറിപ്പോയിട്ടില്ല. ആ ഒരു പ്രസ്താവനയോടുകൂടി തന്റെ ദൂത് വീണ്ടും നൽകുകയാണ്. ആ പ്രസ്താവനയിൽ ആദ്യത്തെ 2-ാമത്തെ ഭാഗത്ത് ദ കമൻഡേഷൻ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് എന്താണ് ഈ സഭയെക്കുറിച്ച് പറയുന്നത്, ഒരു പ്രശംസ നമുക്കിവിടെ വായിക്കാൻ കഴിയുന്നു. നിന്റെ പ്രവൃത്തി, പ്രയത്നം, സഹിഷ്ണുത, കൊള്ളരുതാത്തവരെ നീ സൂക്ഷിച്ചത്, അപ്പോസ്തലന്മാരല്ലാത്തവരെ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടത്, നിന്റെ സഹിഷ്ണുത, സഹനം, ഇങ്ങനെ അവരുടെ നല്ല ഗുണങ്ങളെല്ലാം യേശുക്രിസ്തു പറയുന്നു. നമുക്ക് നമ്മുടെ നല്ല ഗുണങ്ങൾ പറയുന്നത് നമുക്ക് വളരെ സന്തോഷമാണ്. നന്നായിരിക്കുന്നു, കൊള്ളാം, ഞങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നത് ആർക്കാണ് സന്തോഷമുണ്ടാകാത്തത്? അങ്ങനെ സഭയുടെ നല്ല ഗുണങ്ങളെ കർത്താവ് പറയുകയും അവിടെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് അത് ശക്തി ലഭിക്കും എന്ന് നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ സംശയമില്ലാതെ മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമതാണ് നമ്മൾ ആരും ഇഷ്ടപ്പെടാത്തത്. എന്റെ ശുശ്രൂഷയെ പലപ്പോഴും എനിക്ക് ലഭിക്കുന്ന കംപ്ലൈന്റും ഇതാണ്. അച്ഛൻ കുറ്റം പറയുന്നു, ഇവിടെ ഒരു കുറ്റം പറയാണ്, ആക്ഷേപിക്കുകയാണ്. എന്താണ്? നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറച്ച് പറവാനുണ്ട്. കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാതിരുന്നാൽ മാനസാന്തരം ഉണ്ടാകുകയില്ലല്ലോ. അതുകൊണ്ട് സഭയുടെ ഇന്നത്തെ കുറ്റം, എഫെസോസ് സഭയുടെ കുറ്റം അവിടെ പറയുകയാണ്. ഞാൻ കുറച്ചു നാൾക്ക് മുമ്പ് കുലശേഖരം CSIയിൽ ഒരു കൺവെൻഷൻ പ്രസംഗത്തിന് പോയി. അവിടെ മരണം, വീണ്ടും വരവ്, മരണം, ഉയർപ്പ്, വീണ്ടും വരവ് എന്ന സബ്ജക്റ്റ് പഠിച്ച് അത് പ്രസംഗിക്കാനാണ് പോയത്. ആദ്യം മരണത്തെക്കുറിച്ച് പ്രസംഗിച്ചു. വൈകുന്നേരമായപ്പോ അവിടുത്തെ പട്ടക്കാരൻ, പരേതനായ വൈദ്യർ കേശരി, അദ്ദേഹവും കമ്മിറ്റിക്കാരും വന്ന് ഞങ്ങളെ ഉപദേശിച്ചു. ഞാനും എൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. അയ്യാ, മരണത്തെക്കുറിച്ച് പറയരുത്, ഇന്തമാരി ഒന്നും പേശക്കൂടാതെ, നീ വാഴും വാഴും എന്ന് മട്ടും പേശണം, നീ അനുഗ്രഹിക്കപ്പെടും, നീ അനുഗ്രഹിക്കപ്പെടും. എന്നാലേ കാണിക്ക കിട്ടൂ. കാണിക്ക കിട്ടിയാൽ എല്ലാം മംഗളമായിരിക്കും. കർത്താവ് പറയുകയാണ്, നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നീ പറയുവാനുണ്ട്, നിന്നോട് പറയുവാനുണ്ട്. അടുത്ത് വീണ്ടും പറയുന്ന ഒരു വാണിംഗ്. എന്താണ് വാണിംഗ്? നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന്
ഓർത്ത് നിന്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. നീ മാനസാന്തരപ്പെടാതിരുന്നാൽ നിന്നെ സഭയിൽ നിന്ന് നിന്റെ നിലവിളക്ക് ആ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കളയും എന്നും നാം വായിക്കുന്നു. സഭയോട് മാനസാന്തരപ്പെടാൻ പറയുന്നു. പലപ്പോഴും നമ്മുടെ ആരാധനയിൽ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, എന്നും പാപബോധമോ, എന്നും പാപം ചെയ്യുമോ? ഒരുവൻ ക്രിസ്തുവിലാൽ പുതിയ സൃഷ്ടിയല്ലേ, പഴയത് കഴിഞ്ഞു പോയെന്നല്ലേ നാം വായിക്കുന്നത്. CSI സഭയിൽ എന്നും പാപബോധം, എന്നും മാനസാന്തരപ്പെടുന്നു, എന്നും പാപം ചെയ്യുന്നു. നമ്മളിപ്പോ ലോകത്തിലാണ് ജീവിക്കുന്നത്. സഭയിലെ അംഗങ്ങൾ മനുഷ്യരാണ്. ദിവസവും ശോധന ചെയ്യേണ്ടി വരും. ശോധന ചെയ്തുകൊണ്ട് മാത്രമേ നമുക്കും മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പൗലോസ് പറയുന്നു, ഞാൻ അരിഷ്ട മനുഷ്യൻ. യെശയ്യാവ് പറയുന്നു, ഞാൻ പാപം ചെയ്തു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ പാപം ചെയ്തു. യോഹന്നാൻ കവണ് ബലഹീനതയിൽ ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയപ്പോൾ കവണ് വീഴുകയാണ്. അപ്പോ മാനസാന്തരപ്പെട്ടവരും വീണ്ടും മാനസാന്തരപ്പെടേണ്ടതായിട്ടുണ്ട്. മാനസാന്തരം എന്ന പദത്തിന്റെ അർത്ഥം തിരിഞ്ഞു നടക്കുക എന്നുള്ളതാണ്. ഇവിടെ പറയുന്നു, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് നിന്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അത് രൂപാന്തരത്തിലേക്ക്, ഒരു റിഫർമേഷനിലേക്ക്, ഒരു പുതിയ അനുഭവത്തിലേക്ക് നമ്മെ നടത്തുമെന്ന് ഇവിടെ ഈ ഭാഗം വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നു. ഒടുവിലായി കുറ്റം പറഞ്ഞ ശേഷം വീണ്ടും ഒരു പ്രൈസ്, ഒരു അപ്രിസിയേഷൻ. എന്താണ്? എങ്കിലും 6-ാം വാക്യം, നിക്കലോവിയരുടെ നടപ്പ് നീ പാലിക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്, ഞാനും അത് പാലിക്കുന്നു. മത്തായി സുവിശേഷം 7-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമേയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു എന്ന് രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് എഫെസോ സഭയെ സ്ഥാപിച്ചതിന് ശേഷം പൗലോസ് എഫെസോ സഭയ്ക്ക് ഉപദേശം കൊടുക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 29-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, സഭയെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. ഇന്ന് ഞാൻ അറിയുന്നു, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. 30-ാം വാക്യം, വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ. ഇതിനെ നിക്കലോഷ്യോസ് എന്ന പദം കൊണ്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഐമേനികളെ നിഷേധിക്കുന്നവർ. ചിലർ പറയുന്നത് ഒരു പ്രീസ്റ്റ്ലി ഓർഡറാണ് എന്ന് വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. ആരായാലും ദുരുപദേശം ചെയ്ത് സഭയെ നശിപ്പിക്കുന്ന വ്യക്തികൾ വരും എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതാ അവിടെയെന്നും അതാ ഇവിടെയെന്നും ഒക്കെ കേൾക്കുമെന്ന് യേശുക്രിസ്തു പഠിപ്പിക്കുകയുണ്ടായി. ഇത് വളരെ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾ അത് വെറുക്കുന്നു, അത് ചെറുക്കുന്നു, അതിനെ അറിയുന്നു, അതിനെ മനസ്സിലാക്കിയിരിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനെ യേശുക്രിസ്തു അപ്രിഷിയേറ്റ് ചെയ്യുന്നു, അതിനെ നന്മയായി കാണുന്നു. ഒടുവിലായി ഒരു പ്രോമിസോടുകൂടി ഈ ഇന്നത്തെ വേദഭാഗം അവസാനിക്കുകയാണ്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൻ കൊടുക്കും. ജയിക്കുന്നവൻ എന്നുള്ളതിന് പദം ദോസു കോൺഗർ, പോരാടുന്നതിന്. ഒരു പോരാട്ടമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. പോരാടി ജയിക്കുന്നവന് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൻ കൊടുക്കും. ഏതേൻ തോട്ടത്ത് ജീവവൃക്ഷത്തിന്റെ ഫലത്തിൽ നിന്ന് തിന്നാൻ കൊടുക്കാൻ അവിടെ പാമ്പിലൂടെ പിശാച് ശ്രമിക്കുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നു. ഇവിടെ ഇതാ യേശുക്രിസ്തുവിലൂടെ എന്താണ് നമുക്ക് ലഭ്യമാകേണ്ടത് അത് നമുക്ക് തരുവാൻ, വീണ്ടും ഏതേൻ തോട്ടത്തിന്റെ പർദീസയുടെ അനുഗ്രഹത്തിലേക്ക്, അനുഭവത്തിലേക്ക് തിരിച്ചു പോകാനായി ഉള്ള ഭാഗ്യം ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമാകും എന്നുള്ള പ്രസ്താവനയാണ് ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് നിറഞ്ഞ് വരുന്നത്. ഒരിക്കലും മരിക്കാത്ത, എപ്പോഴും ജീവിക്കുന്ന ജീവന്റെ അനുഭവം സാക്ഷാത്കരിക്കുന്നു. ഇതാണ് നവീകരണത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്. ആ പൂർണ്ണതയിലേക്കുള്ള സഞ്ചാരമാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഭ കഠിനമായ ശോധനയിൽ കൂടി നടന്നപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം മാറിയിട്ടില്ല. ഈ സാന്നിധ്യം നിങ്ങളുടെ മധ്യത്തിലുണ്ട്. നിങ്ങളെ നവീകരിക്കുന്ന ശക്തി നിങ്ങളെ തുടരുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം നിങ്ങളുടെ മധ്യത്തിൽ നടക്കുന്നുണ്ട്. അവന്റെ കരങ്ങളിൽ ശുശ്രൂഷകന്മാർ സുരക്ഷിതമാണ്. ഇതൊന്നും അവസാനമല്ല എന്ന് പഠിപ്പിക്കാനായി യേശുക്രിസ്തു ശ്രമിക്കുന്നു. ആ നവീകരണ പ്രക്രിയ യേശുക്രിസ്തുവിൽ പൂർണ്ണമായി തീരും.
ആ പൂർണ്ണതയുടെ അംഗങ്ങളായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ ലോകത്തുള്ള സകല വിശ്വാസികളെയും സഹായിക്കട്ടെ. സകല മനുഷ്യരെയും ആ പൂർണ്ണതയിൽ എത്തിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. നവീകരണത്തിലേക്ക് ഞങ്ങൾ വിളിച്ച ഞങ്ങളുടെ കർത്താവേ, പുതുക്കുന്ന, രൂപാന്തരപ്പെടുത്തുന്ന ആ അനുഭവം ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുന്നു. അവിടുത്തെ വചനം, അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ പരിശുദ്ധാത്മാവ് എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടല്ലോ. സപത്തിയിൽ കൂടെ കടന്നുപോയപ്പോഴും, മരണത്തിന്റെ നിലവിളിയുടെ അവസ്ഥയിൽ കൂടെ കടന്നുപോയപ്പോഴും, ഒറ്റപ്പെടുത്തലിന്റെ അവസ്ഥയിൽ കൂടെ കടന്നുപോയപ്പോഴും സാന്നിധ്യം നൽകി വിശ്വാസികളെ ശക്തിപ്പെടുത്തിയ ഞങ്ങളുടെ കർത്താവെ, ആ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ചിന്തകളെ വളർത്തണമേ. പിശാച് കർത്താവെ കള വിതയ്ക്കാതെ ഒന്ന് സൂക്ഷിക്കണമേ. നല്ല നിലത്ത് വീണ വിത്തുപോലെ ദൈവത്തിന്റെ വചനം ഞങ്ങളിൽ മുളച്ചു വരുവാൻ, ഫലമുണ്ടാകുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചതിൽ നിന്നും പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും വിശുദ്ധ സംസ്കൃതത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ വണക്കാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഈ മഹാമാരിയുടെ സമയത്ത് നമ്മളെ സുരക്ഷിതമായും സൗഖ്യമായും കാത്ത ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. വിശേഷാൽ വാർദ്ധക്യത്തിലായവർ, രോഗികളായവർ, ജോലിയുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ എല്ലാവരെയും നമുക്ക് പ്രാർത്ഥനയിൽ വയ്ക്കാം. ഈ കോവിഡ് പ്രതിസന്ധിയിലും ഓൺലൈനായും മറ്റും പഠിക്കുന്ന നമ്മുടെ കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും, വിശേഷാൽ സൺഡേ സ്കൂൾ ഭംഗിയായി നടത്തുന്ന നമ്മുടെ സഹോദരങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കാം. അതേപോലെ നമ്മുടെ പട്ടക്കാരനെയും ഈ ശുശ്രൂഷ അനുഗ്രഹപ്രദമായി നമ്മുടെ മുമ്പിൽ എത്തിക്കാൻ സ്വാർത്ഥമായ ജോലി ചെയ്യുന്ന നമ്മുടെ ഇടവാംഗങ്ങളെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. നമ്മുടെ പള്ളിപണിയും നമുക്ക് പ്രാർത്ഥനയിൽ വയ്ക്കാം. ഈ ഓരോ ആവശ്യവും നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് 2-ാമത്തെ ലിത്താനി പ്രാർത്ഥന വായിക്കാം. ഓരോ അപേക്ഷയുടെയും പിന്നാലെ കർത്താവേ കരുണ ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മേലിൽ നിന്നുള്ള സമാധാനത്തിന് വേണ്ടിയും നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണ ഉണ്ടാകണമേ. ലോക സമാധാനത്തിന് വേണ്ടിയും ദൈവത്തിന്റെ വിശുദ്ധ സഭയുടെ ക്ഷേമത്തിന് വേണ്ടിയും സകല മനുഷ്യരുടെ ഐക്യത്തിന് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണ ഉണ്ടാകണമേ. സഭ മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും, വിശേഷാൽ നമ്മുടെ മോഡറേറ്റർക്ക് വേണ്ടിയും, ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും, മാർത്തോമാസഭയുടെ മെത്രോപൊളിത്തയ്ക്ക് വേണ്ടിയും, നമ്മുടെ ബിഷപ്പിന് വേണ്ടിയും അവർ ശുദ്ധഹൃദയത്തോടും നല്ല മനസ്സാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷയെ നിർവഹിക്കേണ്ടതിന് നമുക്ക് കർത്താവേ കരുണ ഉണ്ടാകണമേ. ക്ഷേമത്തിന് വേണ്ടിയും സകല മനുഷ്യരുടെ ഐക്യത്തിന് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണ ഉണ്ടാകണമേ. സഭ മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും, വിശേഷാൽ നമ്മുടെ മോഡറേറ്റർക്ക് വേണ്ടിയും, ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും, മാർത്തോമാസഭയുടെ മെത്രോപൊളിത്തയ്ക്ക് വേണ്ടിയും, നമ്മുടെ ബിഷപ്പിന് വേണ്ടിയും അവർ ശുദ്ധഹൃദയത്തോടും നല്ല മനസ്സാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷയെ നിർവഹിക്കേണ്ടതിന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും അധികാരത്തിലിരിക്കുന്ന മറ്റെല്ലാവർക്കും വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. രോഗികൾക്കും ദുഃഖിതർക്കും കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്കും മരിക്കാരായവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവകൾക്കും പീഡ അനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ചവന്റെ സദ്കുറ്റങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നമുക്ക് വേണ്ടിയും ക്രിസ്തുവിന്റെ നാമം ഏറ്റുപറയുന്ന ഏവർക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ
കരുണയുണ്ടാകണമേ. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ച് ഇപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവവൃത്തിയോടും കൂടെ തൻ്റെ അന്തമില്ലാത്ത സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കേണ്ടതിന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുണ്ടാകണമേ. Almighty God, Father of all mercies, we thine unworthy servants do give thee most humble and hearty thanks for all thy goodness and loving kindness to us and to all men. We bless thee for our creation, preservation, and all the blessings of this life, but above all for thine inestimable love in the redemption of the world by our Lord Jesus Christ, for the means of grace and for the hope of glory. And we beseech thee, give us that due sense of all thy mercies, that our hearts may be unfeignedly thankful, and that we show forth thy praise, not only with our lips, but in our lives, by giving up ourselves to thy service, and by walking before thee in holiness and righteousness all our days. Through Jesus Christ our Lord, to whom with thee and the Holy Spirit be all honor and glory, world without end. Amen. Glory be to God. Welcome one and all in the precious name of our Lord and Savior, Jesus Christ. Let us thank the Lord, especially in this pandemic time, that He has kept us safe and sound. And also pray harder for relief from this COVID-19 situation. The situation has affected us pretty badly economically, and that has affected the project development as well. I appeal to one and all of us to push harder for the COVID situation to end and the situation to improve, so that we can draw our project to a close successfully at the earliest. We are facing some serious financial challenges, heavily because of COVID. Let's do that extra mile. Let's push harder in prayer for this situation to ease out financially. Thank you, one and all who have been supporting us by clearing your dues, your subscription dues, Harvest Festival dues, etc. Continue to do the good work. Thank you, Achin. Thank you, Rejo, and all who have participated in bringing this worship together. Thank you, one and all. God bless us. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. ആശീർവാദം ദൈവത്തിന്റെ കരുണയുള്ള കൃപയിലും കാവലിലും ഞങ്ങൾ നിങ്ങളെ പരമേൽപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവിന്റെ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നമ്മുടെ മേൽ ഉയർത്തി നമുക്കെല്ലാവർക്കും സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനവും നാം എല്ലാവരോടും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Stay
ഓ